സുഹൃത്തുക്കളെ, നിങ്ങളുടെ കുറവുകൾ കണ്ട് ലോകം നിങ്ങളെ പരിഹസിക്കാറുണ്ടോ? എങ്കിൽ ഈ കൊച്ചുകഥ നിങ്ങൾക്കുള്ളതാണ്. എല്ലാവരും ഉപേക്ഷിച്ച ഒരു കല്ല് എങ്ങനെ ഒരു ലോകപ്രസക്തമായി മാറിയെന്ന് നോക്കൂ. ഒരു മലമുകളിൽ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. പ്രസക്തരായ പല ശില്പികളും അവിടെ വന്ന് അവർ ആ കല്ലിനെ ആഴത്തിൽ പരിശോധിച്ചു. പക്ഷേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇതൊരു പായ്ക്കല്ലാണ്, ഇതിൽ നിറയെ വിള്ളലുകളാണ്, ഇതുകൊണ്ട് ഒരു രൂപവും ഉണ്ടാക്കാൻ കഴിയില്ല. അവർ ആ കല്ലിനെ ചവിട്ടി മാറ്റി നടന്നു പോയി. പക്ഷേ ഒരു വൈകുന്നേരം ഒരു കൊച്ചു ബാലൻ ആ കല്ലിൻ്റെ അരികിലെത്തി. മറ്റുള്ളവർ കണ്ട വിള്ളലുകളെല്ലാം അവൻ ശ്രദ്ധിച്ചു. ആ വിള്ളലുകളിൽ കാറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ചൂളം വിളി അവൻ കേട്ടു. അവൻ ആ വിള്ളലുകളെ അടച്ചു കളഞ്ഞില്ല. പകരം ആ വിള്ളലുകളെ അവൻ കൂടുതൽ ഭംഗിയായി മെല്ലെ ചെത്തിമിനുക്കിയെടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മലമുകളിൽ ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു വലിയ അത്ഭുതം സംഭവിച്ചു. ആ കല്ല് ഒരു വലിയ സംഗീതോപകരണം പോലെ അതിമനോഹരമായി പാടാൻ തുടങ്ങി. ലോകം അതുവരെ കേൾക്കാത്തത്ര മനോഹരമായ ആ സംഗീതം ഉണ്ടായതെന്ന് അപ്പോഴാണ് ലോകം തിരിച്ചറിഞ്ഞത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കുമുള്ള വിള്ളലുകൾ അഥവാ നിങ്ങൾക്കുള്ള കുറവുകൾ കണ്ട് നിങ്ങൾ തളരാതിരിക്കുക. നിങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ നിങ്ങളുടെ വിള്ളലുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരാൻ സാധിക്കും. നിങ്ങൾക്ക്